ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയുടെയും കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു. മാലിന്യ സംസ്കരണ രംഗത്ത് യുവതി യുവാക്കളുടെ ഇടപെടൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു. പൊന്നാനി നഗരസഭ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതികളുടെയും കുടുംബശ്രീ കാർണിവലിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശുചിത്വം ഒരു സംസ്കാരമാക്കി മാറ്റിയെടുക്കണം. മാലിന്യമുക്ത നവകേരളം പ്രചരണ പരിപാടി മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് യുവശക്തിയെ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമാണ്. ഭാവിയുടെ വാഗ്ദാനവും സമൂഹത്തിന്റെ കരുത്തുമായ യുവജനങ്ങളെ ഒഴിച്ചു നിർത്തി മാറ്റം സാധ്യമാകില്ല. യുവതയുടെ ഇടപെടൽ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ വരുന്ന എല്ലാ വീടുകളിലും ബയോ ബിന്നുകൾ ഉറപ്പാക്കണം. പൊതുസ്ഥലങ്ങളിൽ അറിയിപ്പ് ബോർഡുകളും വേസ്റ്റ് ബിന്നുകളും സ്ഥാപിക്കണമെന്നും CCTV ക്യാമറ പ്രവർത്തന സജ്ജമാക്കണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നിളയോരപ്പാതയിൽ നിർമ്മാണം പൂർത്തീകരിച്ച വയോര വിശ്രമ കേന്ദ്രം, ടേക്ക് എ ബ്രേക്ക്, പുഴമുറ്റം പാർക്ക്, വാട്ടർ ATM എന്നിവയുടെയും നിർമ്മാണം ആരംഭിക്കുന്ന ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററിന്റെയും കലിസ്തനിക് പാർക്ക്, മോത്തിലാൽ കട്ട് ഓപ്പൺ എയർ ഓഡിറ്റോറിയം, മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ, ഹാപ്പിനെസ് പാർക്ക് എന്നിവയുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പരിപാടി കാറിൽ പോവാവും, അല്ലെങ്കിൽ ബസ്സിൽ പോവാവും, കയ്യിൽ വെള്ളപ്പൊപ്പി ഉണ്ടാവും, കുടിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഏറാ, ഒരു നാണമില്ല, അങ്ങനെ പുറത്തേക്ക് അറിയും, റോട്ടിലേക്ക് ഒറ്റ ഏറാ. നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലെ ചവറ് കൊണ്ടുവിട്ടിട്ട് എന്തെങ്കിലും സാധനം വാങ്ങി, ബിസ്ക്കറ്റ് വാങ്ങി തിന്നു കവർ റോട്ടിലേക്ക് ചുരുട്ടിയിരുന്നു. ഇനി അങ്ങനെ എറിഞ്ഞാൽ 5000 രൂപ സ്പോട്ട് ഫൈനാണ്. ക്യാമറ വെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലായിടത്തും. ട്രാഫിക് നിയമലംഘനം എങ്ങനെ കുറഞ്ഞത്? AI ക്യാമറ വന്നപ്പോഴാണ്. കുറെ കൊലാലൊക്കെ ഉണ്ടാക്കി വെക്കും, പക്ഷെ AI ക്യാമറ വന്നപ്പോൾ ആൾക്കാരെല്ലാം ബെൽറ്റ് ഇടാൻ തുടങ്ങി, ഹെൽമെറ്റ് വെക്കാൻ തുടങ്ങി, അല്ലേ? ക്യാമറ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ക്യാമറ വെച്ച് പിടിക്കും. കാരണം എന്താണെന്നറിയോ? നമ്മൾ വിചാരിച്ചു ബോധവൽക്കരിച്ചാൽ എല്ലാവർക്കും വേഗം ബോധം വീഴും, പിന്നെ ആരും ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. ബോധവൽക്കരിച്ചിട്ടൊന്നും അധികാരിക്കും ബോധം വന്നില്ല. അപ്പൊ നിയമം കർക്കശമായി നടപ്പാക്കുകയും മാർഗുള്ളൂ. ഒരു വിട്ടുവീഴ്ചയും കൂടാതെ നിയമം നടപ്പാക്കുകയും മാർഗുള്ളൂ. ക്യാമറ. പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് 3 ദിവസങ്ങളിൽ നിളയോരപ്പാതയിൽ സംഘടിപ്പിക്കുന്ന കുടുംബശ്രീ കാർണിവലിന്റെ ഉദ്ഘാടനവും ഇദ്ദേഹം നിർവഹിച്ചു. ഫെബ്രുവരി 26 വരെയാണ് നിളയോരപ്പാതയിൽ കുടുംബശ്രീ ഒരുക്കുന്ന കാർണിവൽ സംഘടിപ്പിക്കുന്നത്. രുചിവൈവിധ്യങ്ങളുടെ ഭക്ഷ്യമേള, ഉൽപ്പന്ന വിപണനമേള, ഫുഡ് കോർട്ട്, സംരംഭക സംഗമം, സംഗീത സന്ധ്യ, ഡാൻസ് ബീറ്റ്, യൂത്ത് ഫെസ്റ്റ് തുടങ്ങിയ 3 ദിവസം നീണ്ടുനിൽക്കുന്ന വൈവിധ്യമാർന്ന കലാപരിപാടികളും ഒരുക്കുന്നുണ്ട്. ചടങ്ങിൽ കുടുംബശ്രീ അംഗങ്ങളുടെ സംരംഭമായ മൈ ലേഡിയുടെ ലോഗോ പ്രകാശനവും നടന്നു. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജീഷ് ഉപ്പാല, OO ഷംസു, ഷീന സുദേശൻ, T മുഹമ്മദ് ബഷീർ, അജീന ജബ്ബാർ, വാർഡ് കൗൺസിലർ കവിത ബാബു, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, പൊന്നാനി നഗരസഭാ സെക്രട്ടറി സജിറൂൺ തുടങ്ങിയവർ സംബന്ധിച്ചു.